എടാ, അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന +1 ചാപ്റ്ററിലെ നമുക്ക് എക്സാമിന് വരാവുന്ന എല്ലാ മോഡൽ ക്വസ്റ്റ്യൻസും നമ്മളിത് ഇപ്പോൾ ഒറ്റയടിക്ക് പറഞ്ഞു നിർത്തുവാണ്. വളരെ സിമ്പിളായി വളരെ എളുപ്പത്തിൽ പറയുവാണ്. ഇത് ശ്രദ്ധിച്ചു. നമ്മളുടെ പേര് സൂചിപ്പിക്കുന്ന പോലെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സ്. ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നതും ലിമിറ്റിൽ നിന്നും ചോദിക്കും, ഡെറിവേറ്റീവ്സിൽ നിന്നും ചോദിക്കും. അതായത് 2 സെഷൻസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ചാപ്റ്ററിനെ തിരിക്കാം. ഒന്ന് ലിമിറ്റ്, 2 ഡെറിവേറ്റീവ്സ്. അപ്പോൾ ലിമിറ്റിൽ നിന്നും തുടങ്ങാം. ആദ്യത്തെ മോഡൽ ഏറ്റവും സിമ്പിളായിട്ട് ലിമിറ്റിൽ നിന്ന് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 x² + 2x + 1. അതായത് ലിമിറ്റ് കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ്. ഒരു പോളിനോമിയൽ പോലത്തെ ഫംഗ്ഷൻ, അതായത് ഇങ്ങനെ പ്ലസ് ഇട്ട് അല്ലെങ്കിൽ മൈനസ് ഇട്ട് ഇങ്ങനെ വെറുതെ നേരെ എഴുതി വെച്ചിരിക്കുന്ന ഫംഗ്ഷനുകൾ, ഇതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒന്നും ചെയ്യേണ്ട. എക്സ് എങ്ങോട്ടാണോ ടെൻഡ് ചെയ്യുന്നത് ആ വാല്യൂ എടുത്ത് എക്സിന് പകരം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ എക്സ് ടെൻസ് ടു 5 ആണ്. അപ്പോൾ എക്സിന് പകരം എത്ര ഇട്ട് കൊടുക്കുക? 5 ഇട്ട് കൊടുക്കുക. അപ്പോൾ 5² + 2 × 5 + 1. 5² എത്രയാണ്? 25 + 2 × 5 എത്രയാണ്? 10 + 1. അപ്പോൾ എത്രയാണ്? 25 + 10 എത്രയാണ്? 35. 35 + 1 എത്രയാണ്? 36 എന്ന ആൻസർ കിട്ടും. ആ സെയിം മോഡലല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്ന 2 എണ്ണം. അപ്പോൾ വേഗം പറഞ്ഞേ, എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 x² - x + 1. അപ്പോൾ എക്സിന് പകരം എത്ര ഇട്ട് കൊടുക്കുക? 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ ആൻസർ എന്ത് വരും? 1² - 1 + 1. അപ്പോൾ ആൻസർ 1² 1 ആണ്, -1 + 1. 1 - 1 0, 0 + 1ൻ്റെ ആൻസർ എത്ര കിട്ടി? 1 എന്ന് കിട്ടി. ഇത് ആ സെയിം മോഡലാണ് താഴെ. എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 x³ + 5. അപ്പോൾ എക്സിന് പകരം എത്ര ഇട്ട് കൊടുക്കുക? 2 ഇട്ട് കൊടുക്കുക. അപ്പോൾ 2³ + 5, 2³ എത്രയാണ്? 8 + 5. ആൻസർ എത്ര കിട്ടൂടാ? 13. ഈ ഒരു മോഡൽ ചോദ്യം ഉണ്ടാകാം. ഇത് തന്നെ വരുമെന്നൊന്നും പറയാനൊന്നും പറ്റുന്നില്ല. ഈ മോഡലിൽ ഒരു ചോദ്യം ഉണ്ടാകാം. ഇനി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ചോദിക്കണമെങ്കിൽ ഇത് ഇങ്ങനെ ചോദിക്കാം. അതായത് മുകളിലും താഴെയുമായിട്ട് ഫംഗ്ഷൻ ചോദിക്കും. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2, മുകളിലൊരു ഫംഗ്ഷൻ, താഴെ ഒരു ഫംഗ്ഷൻ. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സിന് പകരം ഡയറക്റ്റ് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നോക്കിയാൽ മേളിൽ 2 - 2 എന്ന് വരും, താഴെ എന്ത് വരും? 2² - 4 എന്ന് വരും. 2 - 2 0 ആണ്, താഴെ 2² 4 - 4 വരും. അതായത് 0/0 എന്ന ആൻസർ വരും. ഈ 0/0 എന്ന് വന്നു കഴിഞ്ഞാൽ മുകളിലും 0 താഴെയും 0 വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ 0 വന്നാൽ നമുക്ക് പ്രശ്നമല്ല, താഴെ 0 വന്നാൽ അത് നോട്ട് ഡിഫൈൻഡ് അല്ലെങ്കിൽ ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണെന്ന് പറയും. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ അതിനെ മാറ്റി ചെയ്യണം. അതിനെ മാറ്റി ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, ഇത് ശ്രദ്ധിച്ചോ, നമ്മളുടെ ക്വസ്റ്റ്യൻ എന്താണോ അതെടുക്കുക. x - 2/x² - 4 ഇതല്ലേ? ഇനി നമുക്കറിയാം x - 2/x² - 4നെ നമുക്ക് x² - 4നെ നമുക്ക് 2² എന്ന് എഴുതാമല്ലോ. ഒരു പ്രശ്നവും എഴുതാമല്ലോ, 2². അപ്പോൾ ഈക്വൽ ടു x - 2/ ഇവിടെ നോക്കിയടാ, ഇത് കിടക്കുന്നത് ഏകദേശം ഈ ഫോമിലാണ്, a² - b². അതായത് ഒരു നമ്പറിൻ്റെ സ്ക്വയർ മൈനസ് വേറൊരു നമ്പറിൻ്റെ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഇതിന് നമുക്ക് ആ 2 നമ്പറുകളും പ്ലസ് ഇട്ടും എഴുതാം, ആ 2 നമ്പറുകളും മൈനസ് ഇട്ടും എഴുതാം. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? പറ. x² - 2²നെ x - 2 × x + 2 എന്ന് എഴുതാം. അതായത് ഇത് +2 എഴുതി -2 എഴുതി. ഇവിടെ നോക്കിയേ, മേളിലൊരു x - 2 ഉണ്ട്, താഴെയും ഒരു x - 2 ഉണ്ട്. അത് രണ്ടും ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ എന്ത് കിട്ടും ഇവിടെ? 1/x + 2 എന്ന് മാത്രം ആൻസറായി. ഇനി അതിൻ്റെ ആൻസർ നോക്കിയേ. അപ്പോൾ ഇതിന് പകരം ഇതാണ് ചെയ്ത് നമ്മൾ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യന് പകരം നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 2. ഇതാണ് നമ്മൾ ചേഞ്ച് ചെയ്തത്, ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 1/x + 2 എന്ന് എഴുതാം. ഇനി എക്സിന് പകരം 2 ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടൂടാ? 1/2 + 2. ആൻസർ എത്ര കിട്ടിയടാ? 1/4. ഇത്രേ ഉള്ളൂ. നേരത്തെ 0/0 കിട്ടിയില്ലേ? അതപ്പോൾ എന്തോ മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ടല്ലേ? അപ്പോൾ നമ്മളത് മാറ്റി ചെയ്യണം. അപ്പോൾ മേളിലും താഴെയും നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫംഗ്ഷൻസ് വന്നു കഴിഞ്ഞാൽ താഴെ 0 ആവരുത്. അത്രയും നോക്കിയാൽ മതി. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, x² - 4/x² + x - 6. നമ്മൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയേ, 2² - 4 താഴെ 0 വരും. ഇവിടെ എന്ത് വരും? 2² + 2 - 6. ഇപ്പം എന്ത് കിട്ടും? 0 - 6 + 6 എന്ന് വരും. ആൻസർ 0 വരും. അപ്പോൾ ഇങ്ങനെ വരരുത്, വന്നു കഴിഞ്ഞാൽ മാറ്റണം. ഇവിടെ മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നോക്കിയാൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? x² - 4/x² + x - 6. ഈ മുകളിലത്തേന് നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ നോക്ക്, അതെങ്ങനെയാണ് കിടക്കുന്നത്? ശ്രദ്ധിച്ചേ. x² - 4 എന്നാണ്.
അതിനെ നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് 2 സ്ക്വയർ എന്ന് എഴുതാം. 4നെ 2 സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇതിനെ മാറ്റി എന്ത് എഴുതാം? എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2 എന്ന് എഴുതാം. ഒരു പ്രശ്നവും ഇല്ല അല്ലേ. അപ്പോൾ മുകളിലുള്ളതിനെ നമുക്ക് എന്ത് എഴുതാം? എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2 എന്ന് എഴുതാം. എടാ താഴെയുള്ളതിനാണ് പ്രശ്നം, അതാണ് മാറ്റേണ്ടത്. ഇതിനെ എങ്ങനെ മാറ്റും? ഇതിനെ മാറ്റാൻ ഒരുപാട് മെത്തേഡുകളുണ്ട്. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് പറഞ്ഞുതരാം. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 6. ഇതിനെ നമ്മൾ സോൾവ് ചെയ്യാൻ പോവുകയാണ്. എങ്ങനെയാണ്? എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a വെച്ച് സോൾവ് ചെയ്യാൻ പോവുകയാണ്. എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? എയ്ക്കും ബിക്കും സിയുടെയും വാല്യൂ എടുത്ത് എഴുതണം. എ എത്രയാടാ? എക്സ് സ്ക്വയറിൻ്റെ കൂടെ 1. ബി എത്രയാടാ? എക്സിൻ്റെ കൂടെ 1. സി എത്രയാടാ? -6. ഇനി ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുത്തോ. എക്സ് ഈക്വൽ ടു മൈനസ് ബി. ബി എന്താണോ അതിൻ്റെ മൈനസ് എടുക്കുക. അപ്പോൾ -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബിയുടെ സ്ക്വയർ എടുക്കുക. ബി 1 ആണ്, 1ൻ്റെ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ എത്രയാടാ? 1 ഇൻറ്റു സി എത്രയാടാ? -6. ബൈ എത്ര വന്നു? 2 ഇൻറ്റു എ എത്രയാണ്? 1. അപ്പോൾ ആൻസർ എന്ത് വന്നു? -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 1ൻ്റെ സ്ക്വയർ 1 ആണ്. ഈ മൈനസും കൂടി ചേർന്ന് പ്ലസ് ആവും. 6 ഇൻറ്റു 4 എത്രയാണ്? 24/2. അപ്പോൾ ആൻസർ നോക്കിയേ, -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് എത്ര വന്നടാ? 25/2. അപ്പോൾ ആൻസർ -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് 25 എത്രയാടാ? 5 ഹോൾ ഡിവൈഡഡ് ബൈ 2. എടാ ഇവിടുന്ന് സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാക്കി ചെയ്യാം. എങ്ങനെയാണ്? -1 പ്ലസ് 5/2 പിന്നെ ഏതാടാ? -1 -5/2. -1 പ്ലസ് 5 എന്ന് പറഞ്ഞാൽ എത്ര വരും? 4/2. ആൻസർ 2 എന്ന് വരും. ഇതെത്രയാടാ? -6/2. ആൻസർ -3 എന്ന് വരും. നമുക്ക് എന്താണോ ആൻസർ കിട്ടിയത്, ഏതൊക്കെയാണ് കിട്ടിയത്? 2ഉം കിട്ടി, 2ഉം കിട്ടി, -3യും കിട്ടി. അതിൻ്റെ കൂടെ എക്സ് മൈനസ് ചേർത്ത് എഴുതുക. അതായത് അതിൻ്റെ ഫാക്ടേഴ്സ് എഴുതുവാണ്. എക്സ് മൈനസ് 2 ആണ് ഫാക്ടർ. ഇതിൻ്റെ കൂടെ എക്സ് -3 കൂടി വരുമ്പോൾ അതെന്താവും? എക്സ് -2. അതുപോലെ തന്നെ ഇത് +3 എന്നാവും. ഇതാണ് ഫാക്ടേഴ്സ്. അതായത് ഏതിനെ എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 6 ഈക്വൽ ടു ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് -2 ഇൻറ്റു എക്സ് +3 എന്ന് എഴുതാം. ഇതാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇതിന് പകരം നമുക്ക് എന്ത് എഴുതാടാ? എക്സ് -2 ഇൻറ്റു എക്സ് +3 എന്ന് എഴുതാം. ഇവിടെ നോക്ക്, മേളിലും ഒരു -2, താഴെയും ഒരു -2. താഴെ ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ നോക്ക്, ഇതിൻ്റെ ആൻസർ എങ്ങനെ വന്നു? മേളിലൊരു എക്സ് +2 വന്നു, താഴെ ഒരു എക്സ് +3 വന്നു. അപ്പോൾ നോക്കിയേ, ഇതിന് പകരമായിട്ട് നമുക്ക് ഇത് കിട്ടി. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ മാറ്റി എഴുതാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2. ഇതിന് പകരം എന്തെഴുതിയാൽ മതിയടാ? എക്സ് +2 ബൈ എക്സ് +3 എന്ന് എഴുതിയാൽ മതി. എക്സിന് പകരം 2 ഇട്ട് കൊടുക്കുക. അപ്പോൾ മേളിൽ 2 + 2 ബൈ 2 + 3 എന്ന് വരും. അതായത് 4/5 എന്ന് ആൻസർ വരും. ഇത്ര ഉള്ളടാ, വളരെ എളുപ്പമല്ലേ? ഇതാണ് ഇതിൻ്റെ അകത്ത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സാധനം. ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത് നോക്കി, അടുത്ത പിന്നെ ചോദിക്കാനുള്ളത് ഈ ഒരു മോഡൽ എങ്ങനെ മനസ്സിലാക്കും? ഈ ഒരു മോഡൽ വളരെ സിമ്പിളാണ്. ഇതേ ശ്രദ്ധിച്ചോ. ലിമിറ്റ് എക്സ് ടെൻസ് ടു, ശ്രദ്ധിക്കണം, എക്സ് ടെൻസ് ടു എ, എക്സ് റൈസ് ടു n മൈനസ് എ റൈസ് ടു n ബൈ എക്സ് മൈനസ് എ. ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ na റൈസ് ടു n മൈനസ് 1 ആണ്. മറന്നു പോകരുത്. ഇതാണ് ഇതിൻ്റെ ആൻസർ ചെയ്യാനുള്ള മെത്തേഡ്. എങ്ങനെയാണ് വന്നിട്ടുള്ളത്? എക്സ് ടെൻസ് ടു എങ്ങോട്ടാണെന്ന് നോക്കുക. അത് തന്നെ മൈനസ് ഇട്ട് മേളിൽ വരണം. എക്സ് മൈനസ് എ. മുകളിലെ പവർ സെയിം ആയിരിക്കണം, താഴെ പവർ ഇല്ലാതെ വരണം. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി എഴുതാം. ഇവിടെ നോക്കിയടാ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് ക്യൂബ് മൈനസ് 8നെ നമുക്ക് 2 ക്യൂബ് എന്ന് എഴുതാൻ പാടില്ലേ? ബൈ എക്സ് -2. ഇപ്പൊ നോക്കിയടാ, എക്സ് എങ്ങോട്ടാണോ ടെൻഡ് ചെയ്തത്? 2ലേക്ക്. അപ്പൊ എക്സ് -2 താഴെ വന്നു, എക്സ് -2 താഴെ വന്നു, എക്സ് -2 മേളിൽ വന്നു. മേളിലുള്ള രണ്ടിന്റെയും പവർ സെയിം ആണ്. എങ്കിൽ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതണമെന്നാണ് പറഞ്ഞത്? na റൈസ് ടു n മൈനസ് 1. എന്താണ്? na റൈസ് ടു n മൈനസ് 1. അതായത് എന്താണോ പവർ അത് ആദ്യം എഴുതുക, ഇൻറ്റു ഇനി എങ്ങോട്ടാണോ ടെൻഡ് ചെയ്യുന്നത് 2ലേക്കല്ലേ, 2 റൈസ് ടു എന്താണോ പവർ അത് ഒന്ന് കുറച്ച് മേളിൽ എഴുതുക. അപ്പോൾ എന്ത് വരും ഇവിടെ ആൻസർ? 3 ഇൻറ്റു 2 റൈസ് ടു 3 മൈനസ് 1 എത്രയാണ്? 3 സ്ക്വയർ. അപ്പോൾ 3 ഇൻറ്റു 4 എന്ന് വരും. ആൻസർ എത്ര കിട്ടിയടാ? 12. അപ്പോൾ ഇത് ഓർത്തിരിക്കേണ്ടത്, മേളിൽ പവർ സെയിം ആണ്, താഴെ പവർ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യും? ഈ ഇക്വേഷൻ വെച്ച് ചെയ്യും. ഇത്രേ ഉള്ളൂ. അടുത്തത് നോക്കാം. ദേ നോക്കടാ. നോക്ക്. ഇതിനെ നമുക്ക് മാറ്റി എഴുതാം. ലിമിറ്റ്
എക്സ് ടെൻസ് ടു 1, എക്സ് റൈസ് ടു 10 മൈനസ് 1 ബൈ എക്സ് മൈനസ് 1 എന്നാണ്. നമ്മൾക്ക് ഇവിടെ നോക്കിയേ എക്സ് ടെൻസ് ടു 1, അപ്പോൾ എക്സ് മൈനസ് 1 എന്ന് എക്സ് മൈനസ് 1 എന്ന് മേളിൽ വന്നു. ഇനി എന്ത് ചെയ്യണം? മേളിലത്തെ പവർ സെയിം ആക്കണം. പവർ സെയിം ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 അതുപോലെ തന്നെ. താഴെ എക്സ് മൈനസ് 1 വന്നില്ലടാ, മുകളിൽ എക്സ് റൈസ് ടു 10 മൈനസ്, എടാ 1നെ 1 റൈസ് ടു 10 എന്ന് എഴുതിയാൽ വല്ല പ്രശ്നമുണ്ടോ? 1 റൈസ് ടു 10 എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ്? 1 തന്നെയാണ്. എടാ ഇപ്പോൾ പവർ സെയിം ആയില്ലേ? പവർ സെയിം ആയാൽ ആൻസർ എന്താണ്? എൻ എ റൈസ് ടു എൻ മൈനസ് 1. എൻ എന്ന് പറഞ്ഞാൽ പവർ എടുത്ത് എഴുതുക, ഇൻറ്റു എങ്ങോട്ടാണോ ടെൻഡ് ചെയ്യുന്നത് അതാണ് എ, റൈസ് ടു 10 മൈനസ് 1. അപ്പോൾ 10 ഇൻറ്റു 1 റൈസ് ടു 9, അതായത് 10 ഇൻറ്റു 1, ആൻസർ എത്ര വരുവാടാ? 10. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ അല്ലേ? ഇത്രേ ഉള്ളൂ സാധനം. ഇനി ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് ചിലപ്പോൾ ചോദിക്കും ദേ ഇങ്ങനെ, അതായത് മേളിലും പവർ വരും താഴെയും പവർ വരും. അപ്പോൾ ചെയ്യേണ്ട കാര്യം ഇവിടെ ശ്രദ്ധിച്ചേടാ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1, മേളിൽ എന്ത് തോന്നുന്നു? എക്സ് റൈസ് ടു 15 മൈനസ് 1 ബൈ എക്സ് റൈസ് ടു 10 മൈനസ് 1. അപ്പോൾ നമ്മൾ ഇതിനെ മാറ്റിയത് ഇങ്ങനെ എഴുതുവാണ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1, എക്സ് റൈസ് ടു 15 മൈനസ് 1നെ 1 റൈസ് ടു 15 എന്ന് എഴുതി, ബൈ എക്സ് റൈസ് ടു 10 മൈനസ് 1നെ 1 റൈസ് ടു 10 എന്ന് എഴുതി. ഇവിടുത്തെ പ്രശ്നം എന്താ? താഴെ പവർ ഇല്ലാതെ വരണം, 10 ഇല്ലാതെ വെറുതെ ഫ്രീ ആയിട്ട് വരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയാവോ? ഇത് സിമ്പിൾ പരിപാടി. നോക്കിക്കോ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1, മേളിലുള്ളത് അതായത് വരച്ചു, മേളിലുള്ളത് എക്സ് റൈസ് ടു 15 മൈനസ് 1 റൈസ് ടു 15 അല്ലടാ. എടാ അതിൻ്റെ താഴെ എന്ത് വരണം? അതിൻ്റെ താഴെ എക്സ് മൈനസ് 1 വന്നാലല്ലേ നമുക്ക് ഉത്തരം കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ എക്സ് മൈനസ് 1 നമ്മൾ ഇട്ട് കൊടുക്കും. നമ്മൾ ഇട്ട് കൊടുത്ത കാരണം വാല്യൂവിന് വ്യത്യാസം വരാതിരിക്കാൻ എക്സ് മൈനസ് 1 കൊണ്ട് ഇൻറ്റുവും ചെയ്തു, അതായത് എക്സ് മൈനസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്തു, എക്സ് മൈനസ് 1 കൊണ്ട് ഇൻറ്റു ചെയ്തു. ഇത്രേ ഉള്ളൂ. ഇതുപോലെ താഴെ എക്സ് റൈസ് ടു 10 മൈനസ് 1 റൈസ് ടു 10 ആണ്. ഇത് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ താഴെ എക്സ് മൈനസ് 1 വരണം. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത കാരണം ഇത് വാല്യൂവിന് വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടി എക്സ് മൈനസ് 1 കൊണ്ട് എന്ത് ചെയ്തു? ഇൻറ്റു ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ഈ ലിമിറ്റ് രണ്ടുപേർക്കും കൊടുക്കണം. ഇവിടെ ശ്രദ്ധിച്ചോ, സിമ്പിൾ പരിപാടി, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എന്താടാ? എക്സ് റൈസ് ടു 15 മൈനസ് 1 റൈസ് ടു 15 ബൈ എക്സ് മൈനസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 ബൈ എക്സ് റൈസ് ടു 10 മൈനസ് 1 റൈസ് ടു 10 ബൈ എക്സ് മൈനസ് 1. ഇൻറ്റു ഒരു എക്സ് മൈനസ് 1 ഉണ്ട്, ഇവിടെയും ഇൻറ്റു ഒരു എക്സ് മൈനസ് 1 ഉണ്ട് അല്ലേ? എക്സ് മൈനസ് 1 ഉണ്ട്. ഇവിടെ നോക്കിയേ, ഈ എക്സ് മൈനസ് 1ഉം ഈ എക്സ് മൈനസ് 1ഉം ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കിയുള്ളതിൻ്റെ ആൻസർ നോക്ക്, മുകളിലത്തിൻ്റെ ആൻസർ നോക്കിയേ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് റൈസ് ടു 15 ബൈ എക്സ് മൈനസ് 1. എക്സ് എങ്ങോട്ടാണോ ടെൻഡ് ചെയ്യുന്നത് അത് തന്നെ മേളിൽ വന്നിട്ടുണ്ട്, മേളിൽ പവർ എങ്ങോട്ടാണോ ടെൻഡ് ചെയ്യുന്നത് അത് തന്നെ വന്നിട്ടുണ്ട്, മേളിൽ പവർ. അപ്പോൾ ആൻസർ എന്ത് വരും ഇവിടെ? മേളിൽ 15 ഇൻറ്റു 1 റൈസ് ടു 15 മൈനസ് 1, താഴെ 10 ഇൻറ്റു 1 റൈസ് ടു 10 മൈനസ് 1. അപ്പോൾ ആൻസർ എന്ത് തോന്നുന്നു? 15 ഇൻറ്റു 1 റൈസ് ടു 14 ബൈ 10 ഇൻറ്റു 1 റൈസ് ടു 9. അപ്പോൾ 15 ഇൻറ്റു 1 എന്ന് വരും, ബൈ 10 ഇൻറ്റു 1 എന്ന് വരും. ഇത് രണ്ടും കൂടി കട്ട് ചെയ്ത് കഴിയുമ്പോൾ ആൻസർ എന്ത് വരും? 3/2 എന്ന് ആൻസർ വരും. കേട്ടല്ലോ? ഇത്രയും ചെയ്യാനുണ്ട്. മേളിൽ താഴെയും ഒരേ പവർ വന്നു കഴിഞ്ഞു. കേട്ടല്ലോ? അടുത്തതിലേക്ക് പോവാം. അടുത്തത് ഇത് ശ്രദ്ധിച്ചോ, നോക്കിയോ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ്. ഇമ്പോർട്ടൻറ്റ് റിസൾട്ട് ഓർത്തിരിക്കണം. സൈൻ എക്സിൻ്റെ എന്താണോ ഇവിടെ വന്നിട്ടുള്ള ആംഗിള് അത് തന്നെ താഴത്ത് വന്നു കഴിഞ്ഞാൽ എക്സ് 0യിലേക്കുമാണ് ടെൻഡ് ചെയ്യുന്നതെങ്കിൽ ആൻസർ എന്താടാ? ആൻസർ 1, മറന്നു പോകരുത്. അപ്പോൾ ഇവിടെ നോക്കിയോ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ 3x ബൈ 3x. എന്താണ്? വളരെ സിമ്പിൾ. 3x എന്ന് തന്നെ വന്നിട്ടുണ്ട്, 3x എന്ന് തന്നെ താഴെ വന്നു. അതായത് എന്താണോ മേളിൽ വരുന്നത് അത് തന്നെ താഴത്ത് വരണം. എക്സ് ടെൻസ് ടു 0 ആണെങ്കിൽ ആൻസർ എന്താണ്? 1. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ 10x ബൈ 10x എന്ന് തന്നെ വന്നു കഴിഞ്ഞാൽ ആൻസർ എന്ത് വരും? 1 കിട്ടും. അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ. പക്ഷെ ഇതൊന്ന് കറക്കിയൊക്കെ ചോദിക്കും. ദേ ഇവിടെ നോക്ക്, ഇവിടുത്തെ പ്രശ്നം എന്താ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ 5x ബൈ എക്സ്, സൈൻ 5x ബൈ എക്സ്. ഇവിടുത്തെ പ്രശ്നം എന്താ? സൈൻ 5x ബൈ 5x വരണമായിരുന്നു. എക്സ് ടെൻസ് ടു 0 സെയിമാണ്, മേളിൽ 5x വന്നു, താഴെ 5x വരണമായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? അവിടെ 5x വരാൻ ഒരു 5 കൂടി വന്നാൽ പോരടാ. അപ്പോൾ നമ്മളൊരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. വാല്യൂവിന് വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടി മുകളിലും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നോക്കിയടാ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മേളിൽ സൈൻ 5x ബൈ താഴെ 5 ഇൻറ്റു എക്സ് 5x എന്ന് എഴുതാം, മേളിൽ ഒരു ഇൻറ്റു 5 കൂടി ഉണ്ട്. ഇതേടാ, ഇത് ഇത്രയും സാധനത്തിൻ്റെ വാല്യൂ എന്താണ്? 1 ആണ് അല്ലേ? സൈൻ 5x ബൈ 5x വന്നു.
ഇൻറ്റു എന്ത് വരും ഒരു 5. ആൻസർ അപ്പോൾ എത്ര കിട്ടിയടാ 5 കേട്ടല്ലോ. അപ്പം സെയിം അല്ലെങ്കിൽ നമ്മൾ ഇട്ട് കൊടുത്തോളാം, വാല്യൂവിന് വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടി മേളിലോട്ട് കൊടുക്കണം. അത്രേ ഉള്ളടാ. അടുത്തത് ഇതേ നോക്കി, നേരത്തെ പോലെ 2 എണ്ണം വന്നു. 2 എണ്ണം വന്നാൽ ഒന്ന് ശ്രദ്ധിക്കണം, ഒന്നുമില്ല, പഴയതുപോലെ തന്നെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, അതുപോലെ തന്നെ sin 5x ബൈ sin 3x എന്ന് വന്നു. താഴെ 5x അല്ലെങ്കിൽ 3x എന്നൊക്കെ മാത്രമായിരുന്നു നമുക്ക് ചെയ്യാമായിരുന്നു. ഇത് മേളിലും താഴെയും വന്നു. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് പഴയ രീതിയിൽ മറ്റേ മോഡലിൽ ചെയ്ത പോലെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, മേളിൽ വന്നിട്ടുള്ളത് എടാ sin 5x എന്നല്ലേ. ഇത് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ താഴെ എന്ത് വരണോടാ, ഒരു 5x വരണം. നമ്മൾ 5x ഇട്ട് കൊടുത്തുകൊണ്ട് വാല്യൂവിന് വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടി ഒരു 5x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. താഴെ sin 3x ആണ്, ഇതിൻ്റെ താഴെ എന്ത് വരണം, 3x വരണം. നമ്മൾ ഇട്ട് കൊടുത്തുകൊണ്ട് 3x നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും കേട്ടല്ലോ. ഇനി ഈ ലിമിറ്റ് ഈ 2 പേർക്കും കൊടുത്തേടാ. ഇതേ ശ്രദ്ധിച്ചോ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എന്താണ്, sin 5x ബൈ 5x ഇൻറ്റു 5x ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 sin 3x ബൈ 3x ഇൻറ്റു 3x ഈക്വൽ ടു നോക്കിക്കോ ഇതിൻ്റെ ആൻസർ എത്രയാടാ, ഇത്രയും ആൻസർ എത്രയാണ്, ഇത്രയും ആൻസർ 1 ആണ്. ഇൻറ്റു എന്തുണ്ട്, ഒരു 5x ഹോൾ ഡിവൈഡഡ് ബൈ ഇത്രയും ആൻസർ എന്താടാ, ഇത്രയും ആൻസർ എന്താണ്, ഇത്രയും ആൻസർ 1 ആണ്. ഇൻറ്റു എന്തുണ്ടാ, ഒരു 3x. അപ്പോൾ നോക്കിയേ, 1 ഇൻറ്റു 5x 5x ആണ്, 1 ഇൻറ്റു 3x 3x ആണ്. എക്സും എക്സും ക്യാൻസൽ കളയാം. ആൻസർ എത്ര വരും, 5/3. എളുപ്പമല്ലേ, ഭയങ്കര എളുപ്പമല്ലേ. അപ്പോൾ ഇനി അടുത്തത് ഒരു ഫംഗ്ഷൻ ഇതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ. ബ്രാക്കറ്റ് ഒക്കെ തന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ ബ്രേക്ക് വന്നിട്ടുള്ള പോയിന്റ്, ഇവിടെ 0-യിലാണ് ബ്രേക്ക് വന്നിട്ടുള്ളത്. ആ പോയിന്റിൽ മാത്രമാണ് ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളൊരു നമ്പർ ലൈൻ വരയ്ക്കുക, എന്നിട്ട് ആ ബ്രേക്ക് വന്നിരിക്കുന്ന പോയിന്റ് മാത്രം മാർക്ക് ചെയ്യുക. ഇനി എന്ത് ചെയ്യുക, ഈ 0-യുടെ ലെഫ്റ്റ് സൈഡിൽ എന്താന്ന് നോക്കുക, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. അവിടുത്തെ ഫംഗ്ഷൻ ഏതാടാ, 2x + 3. ഇനി എക്സ് ഗ്രേറ്റർ ദാൻ 0, അവിടുത്തെ ഫംഗ്ഷൻ എന്താടാ, 3x + 3. ഇനി എന്ത് ചെയ്യുക, 0-യിലെ ഫംഗ്ഷൻ എന്താന്ന് നോക്കുക. 0-യിലെ ഫംഗ്ഷൻ എന്താടാ, എവിടെയാണോ ഈക്വൽ ടു വന്നിട്ടുള്ളത് അതാണ് 0-യുടെ ഫംഗ്ഷൻ, 2x + 3. ഇതെഴുതുക. ഇനി അവർ ചോദിച്ചിട്ടുള്ളത്, ഇനി എവിടെയാണോ ബ്രേക്ക് വന്നിട്ടുള്ളത് ആ പോയിന്റിൽ ചോദിച്ചാൽ മാത്രമേ നമുക്ക് ചെയ്യാനുള്ളത് ഇത്തിരി, ബാക്കിയൊക്കെ സെയിമാണ്. അതായത് 0-യിൽ ചോദിച്ചാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, 0-യിൽ അല്ലെങ്കിൽ സെയിമാണ്, സിമ്പിളാണ്. ഇതേ നോക്കൂ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രശ്നവുമില്ല, നമ്മൾ ഇങ്ങോട്ട് നോക്കിയേ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 f(x) നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചു. ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കിയേ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 f(x) എന്ന് പറഞ്ഞാൽ 1 എവിടെയാണോ വരുന്നത്, 1 ഇവിടെ ആയിട്ടല്ലേ വരുന്നത്. 1-ലെ ഫംഗ്ഷൻ അപ്പോൾ ഏതാളാ, 3x + 3 അല്ലേ, 3x + 3 അല്ലേ. ആ 3x + 3 അവിടെ അങ്ങോട്ട് ഇടുക. ഇത് നമുക്ക് ചെയ്യാൻ അറിയാം, ഫസ്റ്റ് മോഡൽ എക്സിന് പകരം 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ 3 × 1 + 3, അതായത് 3 + 3, ആൻസർ എത്ര വരും ഇവിടെ, 6. ഇത്രേ ഉള്ളൂ. ഇനി ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇവിടെ നോക്കിയോ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്ക്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 f(x), ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 f(x), അതായത് ഫംഗ്ഷനിൽ എവിടെയാണോ ബ്രേക്ക് വന്നിട്ടുള്ളത് ആ പോയിന്റ് ചോദിച്ചു, 0 ചോദിച്ചു. ഈ പോയിന്റ് ചോദിച്ചാൽ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കണം, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കണം, ആ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. എന്ന് പറഞ്ഞാൽ എന്താണ്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ, ലിമിറ്റ് എക്സ് ടെൻസ് ടു ഏതാണോ പോയിന്റ് 0 അല്ലേ, അതെഴുതി. ഇനി 0-യുടെ ലെഫ്റ്റ് സൈഡിൽ ആരാണോ ഉള്ളത് അയാളെ എടുത്ത് അങ്ങോട്ട് എഴുതുക, അത്രയും മതി. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 റൈറ്റ് ഹാൻഡ് ലിമിറ്റ്, റൈറ്റ് സൈഡിൽ ആരാടാ ഉള്ളത് അയാൾ അങ്ങോട്ട് എടുത്ത് എഴുതുക. f(0) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ f(0) എന്ന് പറഞ്ഞാൽ 0-യിൽ ആരാടാ ഉള്ളത് അയാൾ അങ്ങോട്ട് എഴുതുക. എടാ ഇനി നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയാവുന്നതാണ്, എങ്ങനെയാണ്, എക്സിന് പകരം 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 × 0 + 3, അതായത് 0 + 3, ആൻസർ എന്ത് വരും, 3. ഇവിടെ എന്താണ്, 3 × 0 + 3, 0 + 3, ആൻസർ എന്ത് വരും, 3. എന്താണ് ഇവിടെ എന്ത് വരും, 2 × എക്സിന് പകരം 0 ഇട്ട് കൊടുക്കുക, 2 × 0 + 3, അതായത് 0 + 3, ആൻസർ എന്ത് വരും, 3 വരും. ഇത് മൂന്നും സെയിം ആയാൽ
അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു എഫ് ഓഫ് 0. ഇത് മൂന്നും സെയിം ആയാൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ആൻസർ. അത് ഈക്വൽ ടു 3 എന്ന് അങ്ങോട്ട് എടുത്ത് എഴുതി വെച്ചാൽ മതി. ഇത്രയുമാണ് ലിമിറ്റിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യം. ഇനി ഡെറിവേറ്റീവ്സ്. അപ്പോൾ ലിമിറ്റ് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡെറിവേറ്റീവ്സ് ആണ്. അപ്പോൾ ഡെറിവേറ്റീവ് പഠിക്കുമ്പോൾ ഇത്രയും ബേസിക് ഡെറിവേറ്റീവ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്, കോസ് എക്സിൻ്റെ മൈനസ് സൈൻ എക്സ്, ടാൻ എക്സിൻ്റെ സീക്ക് സ്ക്വയർ എക്സ്, കൊസീക്ക് എക്സിൻ്റെ മൈനസ് കൊസീക്ക് എക്സ് കോട്ട് എക്സ്, സീക്ക് എക്സിൻ്റെ സീക്ക് എക്സ് ടാൻ എക്സ്, കോട്ട് എക്സിൻ്റെ മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സ്. പിന്നെ ഒരു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്, കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് 3 0 ആണ്, 5 0 ആണ്, -3യുടെ 0 ആണ്. അതൊക്കെ. പിന്നെ എക്സ് റൈസ് ടു എന്നിൻ്റെ എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1. അതായത് എക്സ് ക്യൂബിൻ്റെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ 3 ഇറക്കി താഴത്തേക്ക് എഴുതുക 3x, പിന്നെ 1 കുറച്ച് മേളിൽ എഴുതുക 3x². അതായത് എക്സ് റൈസ് ടു 10ൻ്റെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താണ്, ഈ 10 ഇറക്കി താഴത്തേക്ക് എഴുതുക 10 എക്സ് റൈസ് ടു ഈ 10ൽ നിന്ന് 1 കുറച്ച് മേളിൽ എഴുതുക. അപ്പോൾ 10x റൈസ് ടു 9 എന്ന് വരും. ഇത്രേ ഉള്ളൂ. ഇനി റൂട്ട് എക്സിൻ്റെ 1/2 റൂട്ട് എക്സ്, 1/xൻ്റെ -1/x². കേട്ടല്ലോ, ഇത് ബേസിക് ആണ്, ഇത് പഠിച്ചിരിക്കണം. ഇത് പഠിക്കാതെ നമുക്കൊന്നും ചെയ്യാനില്ല. ഇനി ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെ, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ്, അതായത് x² + 3x - 5. ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ ചോദിക്കും. ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ആലോചിക്കേണ്ടത് f' ഈക്വൽ ടു പ്ലസ് അല്ലെങ്കിൽ മൈനസ് മാത്രമാണോ വന്നിട്ടുള്ളത് നോക്കണം. പ്ലസ് അല്ലെങ്കിൽ മൈനസ് മാത്രമാണ് വന്നിട്ടുള്ളതെങ്കിൽ ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് ഡെറിവേറ്റീവ് കണ്ടങ്ങോട്ട് എഴുതണം. x² ഡെറിവേറ്റീവ് നേരത്തെ പറഞ്ഞ പോലെ സ്ക്വയർ ആണ്, പവർ ആണ്. അപ്പോൾ ഈ 2 ഇറക്കി താഴത്തേക്ക് എഴുതണം. 2x റൈസ് ടു 2 - 1 പ്ലസ് അതുപോലെ തന്നെ ഇട്ടു. 3xൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. 3 കോൺസ്റ്റൻ്റ് ആണ്, അതുപോലെ തന്നെ വെച്ചു. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. മൈനസ് ഇവിടെ എക്സ് ഒന്നുമില്ല, എക്സ് ഒന്നുമില്ലാത്ത സാധനത്തിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, 0. അപ്പോൾ ആൻസർ എന്ത് വന്നു, 2x റൈസ് ടു 1 + 3 അല്ലേ. അപ്പോൾ സിമ്പിളായിട്ട് 2x + 3 എന്ന് ആൻസർ എഴുതാം. ഇത്രേ ഉള്ളൂ. അപ്പോൾ പ്ലസ് അല്ലെങ്കിൽ മൈനസ് ഇട്ടാണ് വരുന്നതെങ്കിൽ ഓരോന്ന് സെപ്പറേറ്റ് എടുത്ത് അങ്ങോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇനി ഇതേ ഒരെണ്ണം കൂടി നോക്കാം. ഇതേ നോക്കടാ, y = 4x³ - 3 cos x. പ്ലസ് അല്ലെങ്കിൽ മൈനസ് ഇട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് വേണമെങ്കിൽ dy/dx എന്ന് എഴുതാം. അപ്പോൾ 4 × x³ ഡെറിവേറ്റീവ് എന്താണ്, ഈ 3 ഇറങ്ങി താഴത്തേക്ക് വരും. 3x റൈസ് ടു 3 - 1 എഴുതി, മൈനസ് 3 cos xൻ്റെ ഡെറിവേറ്റീവ് 3 അതുപോലെ തന്നെ എഴുതി. cos xൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, -sin x. ഇത്രയല്ലേ ഉള്ളു. cos xൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, -sin x. ഇനി എന്ത് ചെയ്യുക, ഒന്നുമില്ല, 4ഉം 3ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് 12x 3 - 1². ഈ മൈനസ് ഇൻറ്റു മൈനസ് ചെയ്യുമ്പോൾ അത് പ്ലസ് ആകും. അപ്പോൾ 3 sin x എന്ന് ആൻസർ വരും. ഇത്രേ ഉള്ളൂ, ബേസിക്. പ്ലസ് അല്ലെങ്കിൽ മൈനസ് ആണെങ്കിൽ ഓരോന്നും സെപ്പറേറ്റ് എടുത്തോളാം. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, 2 ഫംഗ്ഷനുകൾ മൾട്ടിപ്ലൈ ചെയ്ത് വന്നു കഴിഞ്ഞാൽ, ഇവിടെ നോക്കി 2 ഫംഗ്ഷനുകൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ സിമ്പിളാണ്. അത് നമ്മൾ പ്രൊഡക്റ്റ് റൂൾ വെച്ചാണ് ചെയ്യുന്നത്. എന്താണ് പ്രൊഡക്റ്റ് റൂൾ? പ്രൊഡക്റ്റ് റൂൾ ഇത്രേ ഉള്ളൂ. 2 ഫംഗ്ഷനുകൾ ഇൻഡ്യൂ ചെയ്തിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാൻ വേണ്ടി പ്രൊഡക്റ്റ് റൂൾ എടുക്കണം. പ്രൊഡക്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണോ അത് അതുപോലെ തന്നെ എഴുതുക, സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക, പ്ലസ് ഇടുക. ഇനി തിരിച്ച് സെക്കൻഡ് ഫംഗ്ഷൻ എന്താണോ അത് അതുപോലെ തന്നെ എഴുതുക, ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. ഇത്ര ഉള്ളടാ പ്രൊഡക്റ്റ് റൂൾ. അപ്പോൾ എന്താ പ്രൊഡക്റ്റ് റൂൾ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഇത്ര ഉള്ളടാ. ഇനിയിപ്പോൾ ഇതിൻ്റെ ആൻസർ പറ. y = sin x ഇൻറ്റു cos x എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. dy/dx = ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ. പറഞ്ഞോ, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു sin x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. അതായത് നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും ഡെറിവേറ്റീവ് വേണം. അതൊന്ന് സൈഡിൽ എഴുതിയിട്ടേക്കാം അല്ലേ. sin xൻ്റെ ഡെറിവേറ്റീവ് എന്താടാ, cos x. cos xൻ്റെ ഡെറിവേറ്റീവ് എന്താടാ, -sin x. ഇത്രേ ഉള്ളൂ. അപ്പോൾ അതെ, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്, cos xൻ്റെ ഡെറിവേറ്റീവ് എന്താടാ, -sin x പ്ലസ് 2 സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു cos x ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്താടാ, cos x. അപ്പോൾ നോക്കിയേ, sin x ഉം sin x ഉം കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ എന്താണ്, -sin² x. രണ്ടിൻ്റെയും സ്ക്വയർ അല്ലേ. cos x ഉം cos x ഉം കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ എന്താടാ, cos² x. അപ്പോൾ -sin² x പ്ലസ് cos² x എന്ന ആൻസർ വരും. അപ്പോൾ ഈ പ്രൊഡക്റ്റ് റൂൾ മറക്കരുത്. 2 ഫംഗ്ഷനുകൾ ഇൻറ്റു ചെയ്താൽ അതെന്താണ്, നമ്മുടെ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്.
പ്രൊഡക്റ്റ് റൂൾ വെച്ച് ചെയ്യണം കേട്ടല്ലോ. ഇനി ഇതുപോലെ തന്നെ ഡിവിഷൻ തന്നു കഴിഞ്ഞാൽ നോക്കിയേ, y ഈക്വൽ ടു മേളിലൊരു ഫംഗ്ഷൻ താഴെ ഒരു ഫംഗ്ഷൻ, ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കാൻ പറഞ്ഞാൽ എങ്ങനെയാണ്? അത് നമ്മൾ കോഷ്യന്റ് റൂൾ വെച്ച് ചെയ്യണം. കോഷ്യന്റ് റൂൾ എങ്ങനെയാണ്? കോഷ്യന്റ് റൂൾ മേളിലൊരു ഫംഗ്ഷൻ താഴെ ഒരു ഫംഗ്ഷൻ എങ്ങനെയാണ് പറഞ്ഞു. അതായത് ഇതിനും മേളിലും താഴെ ഒരു ഫോം ഉണ്ടെന്ന് വിചാരിച്ചോളണം. ഇനി എടുക്കുന്നത് താഴെ നിന്ന് എടുത്തു തുടങ്ങണം. താഴത്തെ ഫംഗ്ഷൻ ഇൻറ്റു മേളിലത്തെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്. എന്താടാ? താഴത്തെ ഫംഗ്ഷൻ ഇൻറ്റു മേളിലത്തെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് മൈനസ്, കഴിഞ്ഞടുത്ത് പ്ലസ് ആയിരുന്നു. ഇനി എന്താണ്? തിരിച്ച് മേളിലത്തെ ഫംഗ്ഷൻ ഇൻറ്റു താഴത്തേൻ്റെ ഡെറിവേറ്റീവ്. എന്താണ്? താഴത്തെ ഫംഗ്ഷൻ ഇൻറ്റു മേളിലത്തേൻ്റെ ഡെറിവേറ്റീവ് മൈനസ് മേളിലത്തെ ഫംഗ്ഷൻ ഇൻറ്റു താഴത്തേൻ്റെ ഡെറിവേറ്റീവ്. കഴിഞ്ഞിട്ടില്ല. താഴെ എന്താണോ ഫംഗ്ഷൻ അതിൻ്റെ സ്ക്വയർ എടുത്തോളാം. ഇത്രേ ഉള്ളൂ. അപ്പോൾ തുടങ്ങാം. y ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ ടാൻ എക്സ്. നമുക്ക് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം, dy ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം. പക്ഷേ അപ്പോൾ ഈ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ അറിഞ്ഞിരിക്കണം, ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവും അറിഞ്ഞിരിക്കണം. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 2x. ടാൻ എക്സിൻ്റെ എന്താടാ? സീക്ക് സ്ക്വയർ എക്സ്. അപ്പോൾ ചെയ്യാം. താഴത്തെ ഫംഗ്ഷൻ ഇൻറ്റു ടാൻ എക്സ് ഇൻറ്റു മേളത്തതിൻ്റെ ഡെറിവേറ്റീവ് എത്രയാണ്? 2x മൈനസ് മേളത്തെ ഫംഗ്ഷൻ ഇൻറ്റു താഴത്തതിൻ്റെ ഡെറിവേറ്റീവ്, ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? സീക്ക് സ്ക്വയർ എക്സ് ബൈ താഴത്തെ ഫംഗ്ഷൻ്റെ സ്ക്വയർ, ടാൻ എക്സിൻ്റെ എന്താണ്? സ്ക്വയർ. ഇത്രേ ഉള്ളൂ. ഇനി വേണമെങ്കിൽ ഒന്ന് നീറ്റാക്കി എഴുതിക്കോ. ഇവിടെ എന്ത് വരും? 2x ടാൻ എക്സ് മൈനസ് എക്സ് സ്ക്വയർ സീക്ക് സ്ക്വയർ എക്സ് ബൈ ടാൻ സ്ക്വയർ എക്സ്. ഇത്രേ ഉള്ളടാ. അപ്പോൾ ഇങ്ങനെ കോഷ്യൻ റൂൾ വെച്ചൊരു ചോദ്യം ചോദിക്കാം. പിന്നെ ഒരു ചോദ്യം ഉണ്ടാകാൻ പോകുന്നത് ഇതാണ്. എന്താണ്? ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിച്ച് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ മെത്തേഡ്. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ഇപ്പോൾ നമുക്ക് അറിയായിരിക്കും. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 2x. ഈ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x എന്ന് പറഞ്ഞ് എഴുതി വെച്ചാൽ മാർക്ക് തരുമോ? ഇല്ല. പകരം എങ്ങനെ ചെയ്യണം? ഫസ്റ്റ് പ്രിൻസിപ്പിൾ മെത്തേഡ് വെച്ച് ചെയ്യണം. ഫസ്റ്റ് പ്രിൻസിപ്പിൾ മെത്തേഡ് എന്തായിരുന്നു? ഡെറിവേറ്റീവ് ഈക്വൽ ടു എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ഇങ്ങനെയാണ്. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച്. ഇതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ മെത്തേഡ്. അതായത് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ ഈ ലിമിറ്റ് ഉപയോഗിച്ച് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് കാണാതെ പഠിക്കാതെ ഒരു രക്ഷയില്ല. അപ്പോൾ ഇനി ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് സ്ക്വയറിനെ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. എക്സ് സ്ക്വയർ ചോദിക്കാം, 1/x ചോദിക്കാം, 2x ചോദിക്കാം, സൈൻ എക്സ് ചോദിക്കാം, കോസ് എക്സ് ചോദിക്കാം, ടാൻ എക്സ് ചോദിക്കാം. ഏത് വേണമെങ്കിലും ചോദിക്കാം. ഇതാണ് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എക്സ് ക്യൂബൊക്കെ ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാം. പക്ഷെ ചെയ്യുന്ന രീതിയെല്ലാം സെയിം തന്നെ. ഇത് നോക്കിയോ, ഒരു മോഡൽ പറഞ്ഞുതരാം, വളരെ സിമ്പിൾ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. എന്താടാ? ഇതാണ് നമ്മളുടെ ഫംഗ്ഷൻ എക്സ് സ്ക്വയർ അല്ലേ? അപ്പോൾ നമ്മൾ അതിനെ നമ്മളുടെ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷനെ നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് എഴുതും. അതാണ് എന്ത്? എക്സ് സ്ക്വയർ. ഇനി നമ്മൾ കണ്ടുപിടിക്കുന്നതിൽ ഒരു എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് കിടപ്പുണ്ട്. അപ്പോൾ ഈ എഫ് ഓഫ് എക്സ് എഴുതി കഴിഞ്ഞാൽ ഉടനെ തന്നെ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എഴുതിക്കോളണം. എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആണ്. എഫ് ഓഫ് ഐയോ വൈ സ്ക്വയർ, എഫ് ഓഫ് കെയോ കെ സ്ക്വയർ. അപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ അടുത്ത് എക്സ് പ്ലസ് എച്ച് ഇട്ട് കൊടുക്കണം. അപ്പോൾ ആൻസർ എന്ത് വരും? എക്സ് പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ. ഇത്രേ ഉള്ളൂ. ഇനി നമ്മുടെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എഴുതണം. ഫസ്റ്റ് പ്രിൻസിപ്പിൾ മെത്തേഡ് വഴി എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു എന്താണ്? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എന്താടാ? എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച് ആണ്. ഇനി നോക്ക്, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എന്താണ്? എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ഇപ്പോൾ എക്സ് പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ഇപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് ബൈ എന്താണ്? എച്ച്. ഇത് എക്സ്പാൻഡ് ചെയ്യണം. എങ്ങനെ എക്സ്പാൻഡ് ചെയ്യും പറഞ്ഞോ? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എക്സ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പോലെ. അതായത് ഫസ്റ്റ് നമ്പറിൻ്റെ സ്ക്വയർ, ആദ്യത്തേൻ്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ, അതായത് എക്സ് ഇൻറ്റു എച്ച് പ്ലസ് സെക്കൻഡ് നമ്പറിൻ്റെ സ്ക്വയർ എച്ച് സ്ക്വയർ. പകരം എന്തുണ്ട്? ഒരു മൈനസ് എക്സ് സ്ക്വയർ കൂടി കിടപ്പുണ്ട്. ബൈ താഴത്ത് എന്തുണ്ടാ? ഒരു എച്ച് ഉണ്ട്. കേട്ടല്ലോ? ഈക്വൽ ടു ഒന്നുകൂടി നീറ്റാക്കി എഴുതിയാൽ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 മേളിലൊരു എക്സ് സ്ക്വയർ ഉണ്ട് പ്ലസ് എന്താണ്? 2xh ഉണ്ട്, 2xh ഉണ്ട്. പിന്നെ എന്തുണ്ട്? പ്ലസ് എച്ച് സ്ക്വയർ
മൈനസ് എക്സ് സ്ക്വയർ ബൈ താഴെ എന്തുണ്ടാ ഒരച്ചുണ്ട്. ഇവിടെ ഏതൊക്കെ ക്യാൻസൽ ചെയ്ത് കളയാം? ഇതേ ഒരു എക്സ് സ്ക്വയറും മൈനസ് എക്സ് സ്ക്വയറും ക്യാൻസൽ ചെയ്ത് കളയാമല്ലോ. ഇവിടെ പ്ലസ് ആണ്, ഇവിടെ മൈനസ് ആണ്, അത് പോയി. അപ്പോൾ ആൻസർ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ആൻസർ എന്ത് വന്നു? 2xh പ്ലസ് എച്ച് സ്ക്വയർ ബൈ എന്ത് വന്നു? ബൈ എന്ത് വന്നടാ? എച്ച് വന്നു. എച്ച് ഈക്വൽ ടു, ഇനി മേളിൽ നമുക്ക് എച്ച് കോമൺ എടുക്കാം. എച്ച് കോമൺ എടുത്തേ, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. മേളിൽ എച്ച് കോമൺ എടുക്കുമ്പോൾ എന്ത് വരും? എച്ച് കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താണ്? 2x പ്ലസ് ഇവിടെ എച്ച് സ്ക്വയറിൽ നിന്ന് എച്ച് പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയാടാ? എച്ച് ബൈ താഴെ എന്തുണ്ടാ? ഒരച്ചുണ്ട്. ഈ ഒരച്ചും ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ആൻസർ എന്ത് വന്നു? നോക്കിക്കോ, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ആൻസർ എന്താ? മേളിലെ താഴത്തേക്ക് പോയി. അപ്പോൾ എന്ത് കിട്ടി? 2x പ്ലസ് എച്ച്. ലിമിറ്റ് കണ്ടുപിടിക്കാൻ നേരത്തെ ഫസ്റ്റ് പഠിപ്പിച്ച മെത്തേഡാണ് ഇപ്പോൾ ഇത്. എന്താണ്? വെറുതെ പ്ലസ് ഇട്ട് വന്ന് നോക്കുന്നു. അപ്പോൾ എച്ചിന് പകരം 0 കൊടുക്കുക. അപ്പോൾ 2x പ്ലസ് എച്ചിന് പകരം 0 കൊടുക്കുമ്പോൾ 0. അപ്പോൾ ആൻസർ എത്ര കിട്ടിയടാ? 2x. അപ്പോൾ നോക്കിയേ, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് 2x കിട്ടി. ഇങ്ങനെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ചെയ്യണം. ഇതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ മെത്തേഡ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. ഈ മോഡൽ ക്വസ്റ്റ്യനുകളെ നമുക്ക് എന്താണ്? ഡെറിവേറ്റീവ്സ്, ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന് ചോദിക്കൂ. കേട്ടല്ലോ. അപ്പോൾ ഈ മോഡലെല്ലാം നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പക്കയാണ്. ഈ ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഈ മോഡലായിരിക്കും ചോദിക്കുന്നത്. അതല്ലാതെ പുറത്തുനിന്ന് വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകത്തില്ല. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക, എഴുതുക. എളുപ്പമല്ലേ? ഭയങ്കര എളുപ്പം.